2023 ജൂൺ 21 132 കോടി ജനതയുടെ പ്രാർത്ഥനകളുണ്ടായിട്ടും ലോക ഫുട്ബോൾ ഭൂപടത്തിൽ ഒന്നുമാകാതെ പോയ ഇന്ത്യൻ ഫുട്ബോൾ അന്ന് ലോകത്തെ നോക്കി അഭിമാനത്തോടെ ചിരിച്ചു. അന്നാണ് സുനിൽ ഛേത്രി എന്ന 5 അടി 7 ഇഞ്ചുകാരൻ രാജ്യാന്തര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന 4ാമത്തെ താരമായി മാറിയത്. ഇപ്പോഴും കളത്തിലുള്ള താരങ്ങളുടെ പട്ടികയെടുത്താൽ 3ാമനായതും. വെറും 4 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഐസ്ലൻഡ് പോലുള്ള നോർഡിക് രാജ്യങ്ങൾ പോലും ലോക ഫുട്ബോളിൽ ശ്രദ്ധേയമായ ഇരിപ്പിടമുണ്ടാക്കുകയും അവരുടെ ഐക്കോണിക് സെലിബ്രേഷനായ വൈക്കിംഗ് ക്ലാപ്പ് ലോകമൊന്നടങ്കം അനുകരിക്കുകയും ചെയ്തപ്പോഴും വെറും നിശബ്ദ കാണിയായി നിൽക്കുകയായിരുന്നു അതുവരെ ഇന്ത്യ. എന്നാൽ അന്ന് ലോകത്തിനു മുന്നിൽ ഇന്ത്യയും ഇന്ത്യൻ ഫുട്ബോളും തലയുയർത്തിപ്പിടിച്ചു തന്നെ നിന്നു. കാരണം ലോകം വെട്ടിപ്പിടിച്ച അർജന്റീൻ ഇതിഹാസം ലയണൽ മെസ്സിയും മദീരയുടെ രാജകുമാരൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും കഴിഞ്ഞാൽ നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരൻ ഒരു ഇന്ത്യൻ താരമാണ് എന്ന യാഥാർത്ഥ്യം കാരണം അന്ന് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഒന്നടങ്കം ലോകത്തോട് വിളിച്ചു പറഞ്ഞു, കണ്ടോ ഞങ്ങളുടെ ഛേത്രിയെ. ക്രിക്കറ്റ് എന്ന പണം കിലുങ്ങുന്ന ഗെയിമിന് പിന്നാലെ പായുന്ന ഇന്ത്യയിൽ ഫുട്ബോൾ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചതാണ്. സ്പോൺസർ ചെയ്യാൻ വൻകിട ബ്രാൻഡുകളില്ല, പരിശീലിക്കാൻ അടിസ്ഥാന സൗകര്യങ്ങളില്ല, എന്തിന് ദേശീയ ടീമിന്റെ കളികൾ കാണാൻ ഒഴിഞ്ഞ ഗ്യാലറികൾ മാത്രം. ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഫുട്ബോളിന് പ്രചാരണം നൽകുകയെന്നത് ഏറെ ശ്രമകരമായ ദൗത്യമാണ്. ആ ദൗത്യം ഒറ്റയ്ക്കേറ്റെടുത്ത് വിജയിപ്പിച്ച ആളുടെ പേരും ഛേത്രി എന്നാണ്. അതിനായി രാജ്യത്തെ ഫുട്ബോൾ പ്രേമികൾക്ക് മുന്നിൽ അയാൾ കൈകൂപ്പി തൊഴുതത് 2018 2018 ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യ കെനിയ മത്സരം ഛേത്രിയെ സംബന്ധിച്ച് തന്റെ കരിയറിലെ ഏറ്റവും തിളക്കമേറിയ നിമിഷമായിരുന്നു. കാരണം 100ാം രാജ്യാന്തര മത്സരം എന്ന നേട്ടമാണ് കാത്തിരിക്കുന്നത്. എന്നാൽ നാഴികക്കല്ല് പിന്നിടുന്നതിലുള്ള ആഹ്ലാദമായിരുന്നില്ല ഛേത്രിയിൽ കണ്ടത്, മറിച്ച് ഇന്ത്യൻ ഫുട്ബോളിന്റെ അവസ്ഥയിലുള്ള നിരാശയായിരുന്നു. മത്സരത്തലേന്ന് ഛേത്രി തന്റെ സോഷ്യൽ മീഡിയയിൽ തൊഴു കൈകളോടെ വന്നു പറഞ്ഞത് ഇത്രമാത്രം: പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഞങ്ങളുടെ കളികളെ വിമർശിക്കൂ, കളിയാക്കൂ, പക്ഷേ ഈ ഗ്യാലറികൾ ഒഴിച്ചിടരുത്. കളിക്കളത്തിലെത്തി ഞങ്ങളുടെ കളി കാണണം. ലോകത്തിലെ ഏറ്റവും മികച്ച കായിക ഇനമാണിത്. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കളിക്കുന്നതെന്നതും ഓർക്കണം. ഒരു തവണ ഞങ്ങളുടെ കളി വന്ന് കണ്ടു നോക്കൂ. ഫുട്ബോൾ ഇഷ്ടപ്പെടാതെ നിങ്ങൾ മടങ്ങില്ല. യൂറോപ്യൻ ക്ലബ്ബുകളെ ആരാധിക്കുകയും പിന്തുണക്കുന്നവരും ഒരുപാടുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിന് അത്ര നിലവാരമില്ലെന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഞങ്ങൾക്കുറപ്പുണ്ട്, ഞങ്ങളുടെ ഈ കളി വന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും നിരാശരാവേണ്ടി വരില്ല. അത് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ ദയനീയ അവസ്ഥയാണ് ഛേത്രിയെ കൊണ്ട് അത് പറയിപ്പിച്ചത്. ഇതിഹാസ താരങ്ങളായ PK ബാനർജിയും ഇന്ദർ സിംഗും ഷബീർ അലിയും PP സത്യനും IM വിജയനും ബൈച്ചും ബൂട്ടിയയും ഒന്നും നേരിടാത്ത പ്രതിസന്ധിയാണ് ഛേത്രിക്ക് നേരിടേണ്ടി വന്നത്. കൊൽക്കത്തയിലെയും പഞ്ചാബിലെയും കേരളത്തിലെയും ഹൈദരാബാദിലെയും ഒക്കെ നിറഞ്ഞ ഗ്യാലറികൾക്ക് മുന്നിൽ പന്ത് തട്ടിയവരാണവർ. വിജയന്റെ കാലഘട്ടമായിരുന്നു ആ പുഷ്കലകാലത്തിന്റെ അവസാനം എന്ന് പറയാം. എന്നാൽ പോലും 88,000 പേർക്ക് മാത്രം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയിലെ വിളക്കുകാലിൽ വരെ ആരാധക ആവേശം പിടിച്ചു കയറിയ മത്സരം വിജയൻ കളിച്ചിട്ടുണ്ട്. ഛേത്രിയെ സംബന്ധിച്ച് അത് പക്ഷേ സ്വപ്നം മാത്രമായിരുന്നു. മോഹൻ ബഗാനിലൊക്കെ പന്ത് തട്ടിയെങ്കിലും നിറഞ്ഞു കവിയുന്ന സോൾട്ട് ലേക്ക് സ്റ്റേഡിയം അപ്പോഴേക്കും കാലിയായി തുടങ്ങിയിരുന്നു. ക്ലബ് ഫുട്ബോളിനുള്ള ആരാധക പിന്തുണ പോലും ദേശീയ ടീമിന് ലഭിക്കാതെ പോയതാണ് ഛേത്രിയെ വിഷമിപ്പിച്ചത്. അതുകൊണ്ടാകണം മുൻഗാമികൾ പോലും ചെയ്യാത്ത രീതിയിൽ കാൽപന്ത് കളിക്ക് ആളെ കൂട്ടാൻ തൊഴു കൈകളുമായി പ്രത്യക്ഷപ്പെടാൻ ഛേത്രിയെ പ്രേരിപ്പിച്ചത്. കട്ടിലൊഴിഞ്ഞാലെ കസേര തരുമെന്നും തനിക്ക് ശേഷം പ്രളയമെന്നും ചിന്തിക്കുകയും കരുതുകയും ചെയ്യുന്നവരാണ് എന്നും ഇന്ത്യൻ ഫുട്ബോളിൽ ഉണ്ടായിരുന്നത്. അതാണ് ഇന്ത്യയെ പിന്നോട്ടടിപ്പിച്ചതും. എന്നാൽ ഛേത്രി അതിൽ നിന്നെല്ലാം മാറി നടന്ന വ്യക്തിത്വമാണെന്ന് ഈ ഒരൊറ്റ സാഹചര്യത്തിലൂടെ മനസ്സിലാക്കാം. എതിർപ്പാളയത്തിലേക്ക് വെടിമരുന്നുമായി മുന്നേറുന്ന പടയാളിയുടെ റോളാണ് കാൽപന്ത് കളിയിൽ എല്ലാ കാലത്തും മുന്നേറ്റ നിരക്കാരന്. അപകടവുമായി വരുന്ന അയാളെ തടയാൻ എന്തടവും എതിർ പ്രതിരോധം സ്വീകരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒത്തൊരു പങ്കാളിയാണ് ഒരു മികച്ച സ്ട്രൈക്കർക്ക് വേണ്ടത്. ലോക ഫുട്ബോളിൽ വിജയം കൊയ്ത ടീമുകളിൽ എന്നും ഇത്തരമൊരു കോമ്പിനേഷൻ കാണാം. ഡെസ്റ്റിഫാനോ പുസ്കാസ്, പെലെ ഗാരിഞ്ച എന്നീ സഖ്യങ്ങളിൽ തുടങ്ങി റൊണാൾഡോ ബെൻസേമ, മെസ്സി സുവാരസ് സഖ്യങ്ങളെല്ലാം ഫുട്ബോൾ പ്രേമികൾക്ക് സുപരിചിതമാണ്. എന്നാൽ ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വരുമ്പോൾ ഇത്തരം സഖ്യങ്ങൾ വളരെ വിരളമാണ്. ഛേത്രിക്ക് അത്തരമൊരു കൂട്ടുകെട്ടിന്റെ ആനുകൂല്യം ലഭിച്ചിരുന്നില്ല. 19 വർഷം നീണ്ട കരിയറിൽ
മാറി മാറി വന്ന ജെ ലാൽ പിൽക്കുവ, റോബിൻ സിംഗ്, സുമിത് പാസി, ബൽവന്ത് സിംഗ്, സുശീൽ കുമാർ, ഫാറൂഖ് ചൗധരി എന്നിവരാരും ഛേത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർന്നില്ല. വിജയന് ലഭിച്ചതുപോലൊരു മികച്ച പങ്കാളിയെ ഛേത്രിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഗോൾ വേട്ടയിൽ ഇനിയും ഏറെ മുന്നിലെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞേനെ. കായിക ലോകത്ത് പ്രായമൊരു ഘടകമല്ല ഇക്കാലത്ത്. 39-ാം വയസ്സിൽ ലെബ്രോൺ ജെയിംസും ലൂയിസ് ഹാമിൽട്ടണുമൊക്കെ അവരവരുടെ മേഖലയിൽ ഇപ്പോഴും ആധിപത്യം തുടരുന്നുണ്ട്. എന്നാൽ ഫുട്ബോളിൽ അതത്ര പ്രാവർത്തികമല്ല. മനസ്സ് കളത്തിലുണ്ടായിട്ടും ശരീരം വിലക്കിയപ്പോൾ ഛേത്രി ബൂട്ടഴിക്കുകയാണ്. 2 മാസത്തിനപ്പുറം ഓഗസ്റ്റിൽ 40 തികയുന്ന ഛേത്രി ഇനി മതിയാക്കുന്നുവെന്ന് തീരുമാനിക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഇപ്പോൾ ലോകത്തിനു മുന്നിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥനാപൂർവ്വം വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്: തരുമോ ഇനി ഇതുപോലൊരു ഛേത്രിയെ?